പ്രിയപ്പെട്ട മയിൽപ്പീലി ചങ്ങാതിമാരെ, ഒരു പുതിയ നൂറ്റാണ്ട് പിറക്കുകയാണ്. കൊല്ലവർഷം എന്നറിയപ്പെടുന്ന മലയാളികളുടെ സ്വന്തം കലണ്ടറിൽ പുതുവർഷം 1200 കടക്കുന്നു. 12 ശതാബ്ദങ്ങൾ പിന്നിട്ട കൊല്ലവർഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഇക്കുറി ഗോപിച്ചേട്ടൻ പങ്കുവയ്ക്കുന്നത്. ഭാരതത്തിൽ പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന കാലഗണനയായിരുന്നു സപ്തർഷി വർഷം. 100 വർഷം കൂടുമ്പോൾ വീണ്ടും പുതുക്കുന്ന ശീലമുള്ള സപ്തർഷി വർഷത്തിൻ്റെ BC 76 മുതലുള്ള ചരിത്രം ലഭ്യമാണ്. പുതുവർഷം 825 അന്ന് പ്രസിദ്ധമായിരുന്ന തുറമുഖ നഗരമായ കൊല്ലത്തു വച്ച് സപ്തർഷി വർഷത്തെ വീണ്ടും പരിഷ്കരിച്ചു. ഈ പരിഷ്കാരമാണ് പിൽക്കാലത്ത് കൊല്ലവർഷം എന്നറിയപ്പെട്ടത്. ജ്യോതിശാസ്ത്രപ്രകാരം ഓരോ മാസവും സൂര്യൻ സഞ്ചരിക്കുന്ന രാശിയുടെ പേരുകളാണ് മാസങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. രാശി എന്താണെന്ന് കുട്ടികൾക്കറിയാമോ? ഒരു കടലാസും പെൻസിലും കോമ്പസും എടുത്തോളൂ. ഒരു വളയുടെ വലുപ്പത്തിൽ വൃത്തം വരയ്ക്കാം. ക്ലോക്കിലേതുപോലെ 12 ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. പ്രപഞ്ചമെന്ന ഗോളത്തിൻ്റെ ചെറിയ പതിപ്പാണ് ഈ വൃത്തം. നമ്മൾ 12ആയി ഭാഗിച്ചിരിക്കുന്ന വൃത്താംശങ്ങളാണ് 12 രാശികൾ. ഭൂമി സൂര്യന് ചുറ്റും തിരിയുമ്പോൾ ഈ 12 രാശികളിലായി സൂര്യൻ്റെ സ്ഥാനം മാറി മാറി വരുന്നതായി തോന്നും. നിങ്ങൾ വരച്ച വൃത്തത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾക്ക് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നിങ്ങനെ കർക്കടകം വരെയുള്ള പേര് നൽകണം. ഇതാണ് രാശിചക്രം. സൂര്യൻ്റെ സ്ഥാനം സിംഹരാശിയിൽ വരുന്ന മാസമാണ് ചിങ്ങമാസം. 12 മാസം കൊണ്ട് സൂര്യൻ 12 രാശികളിൽ മാറി മാറി കാണപ്പെട്ട് വീണ്ടും ആദ്യ രാശിയിലെത്തുന്നു. അപ്പോൾ മാസങ്ങൾക്ക് വെറുതെ ഓരോ പേരിട്ടതല്ല എന്ന് മനസ്സിലായില്ലേ? ഇനി ചന്ദ്രൻ്റെ സഞ്ചാരമനുസരിച്ചും കാലഗണന ചെയ്യുന്ന രീതിയുണ്ട്. പ്രാചീന ഭാരതീയർ 27 നക്ഷത്രക്കൂട്ടങ്ങളെ വേർതിരിച്ച് കണ്ട് പേര് നൽകിയിരുന്നു. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അതെല്ലാം ഓരോ നക്ഷത്രക്കൂട്ടത്തിൻ്റെ പേരാണ്. ചന്ദ്രൻ ഒരു മാസം കൊണ്ട് 27 നക്ഷത്രക്കൂട്ടങ്ങളുടെ സ്ഥാനങ്ങളിലൂടെ മാറി മാറി സഞ്ചരിക്കും. ഇന്ന് തിരുവാതിരയാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ സ്ഥാനം ഇന്ന് തിരുവാതിര നക്ഷത്രക്കൂട്ടത്തോടൊപ്പമാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പിറന്നാൾ ഏതു മാസമാണ്? ഏതാണ് അന്നത്തെ നക്ഷത്രം? ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് സൂര്യൻ സിംഹരാശിയിൽ കാണപ്പെടുന്ന മാസത്തിൽ ചന്ദ്രൻ രോഹിണി നക്ഷത്രക്കൂട്ടത്തോടൊപ്പമായിരുന്നപ്പോഴാണ്. അതായത് ചിങ്ങമാസത്തിലെ രോഹിണി നാളിൽ. അന്നാണ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പോൾ കൂട്ടുകാരെല്ലാം മലയാളത്തിലെ 12 മാസങ്ങളും 27 നക്ഷത്രങ്ങളും ഓർത്തു പഠിക്കുമല്ലോ. ചിങ്ങമാസത്തിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ട്! തിരുവോണം എല്ലാവരും കാത്തിരിക്കുന്ന മഹോത്സവമാണ്. കേരളത്തിൻ്റെ ഭാഗ്യവിധാതാക്കളായ 3 മഹാപുരുഷന്മാർ ചിങ്ങമാസത്തിൽ പിറന്നവരാണ്. ഭരണി നാളിൽ ജനിച്ച ചട്ടമ്പിസ്വാമി തിരുവടികൾ, അവിട്ടം നാളിൽ പിറന്ന മഹാത്മാ അയ്യങ്കാളി, ചതയ ദിനത്തിൽ ഭുജാതനായ ശ്രീനാരായണ ഗുരുദേവൻ എന്നീ യുഗസ്രഷ്ടാക്കളെക്കുറിച്ച് വായിച്ചറിയണം. അവരിലൂടെ രൂപപ്പെട്ട കേരളീയ നവോത്ഥാനം മനസ്സിലാക്കി വളരണം. പലതായി കാണുന്ന ലോകം ഒന്നാണെന്ന തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിക്കണം. മലയാളത്തിൻ്റെ മണ്ണും മനസ്സും നഷ്ടമാവാതെ കാക്കണം. സ്വതന്ത്ര ഭാരതം നിങ്ങളിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന സുവർണകാലം വന്നണയുകയാണ്. അതിനുള്ള ശക്തിയും സിദ്ധിയും നേടാൻ സ്വന്തം വേരുകൾ ഒന്നുകൂടി ബലപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതാവട്ടെ നമ്മുടെ പുതുവർഷ പ്രതിജ്ഞ. നിറഞ്ഞ സ്നേഹത്തോടെ, സ്വന്തം ഗോപിച്ചേട്ടൻ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.